മധുരയിലെ രാജാവായ ശൂരസേനനും അദ്ദേഹത്തിന്റെ മകൾ പ്രഥയും അവർ കുറച്ചു ദിവസം ആ കൊട്ടാരത്തിൽ താമസിച്ചു. അവിടുന്ന് തിരികെ പോകാൻ ഒരുങ്ങാൻ പെട്ടെന്ന് ശൂരസേനൻ തന്റെ മകളെ അടുത്ത് വിളിച്ചു. മോളെ, അച്ഛനൊരു കാര്യം പറഞ്ഞാൽ മോൾ കേൾക്കുമോ? എന്താണ് അച്ഛാ? ആ കുട്ടി അച്ഛൻ്റെ അടുത്തേക്ക് ഒന്നുകൂടി ചേർന്ന് നിന്നു. മോളെ, മോൾ ഇന്നു മുതൽ ഈ കൊട്ടാരത്തിൽ താമസിക്കണം. ഇന്നു മുതൽ ഇവിടുത്തെ രാജാവും രാജ്ഞിയുമാണ് മോളുടെ അച്ഛനും അമ്മയും. പാവം, ആ കൊച്ചു പെൺകുട്ടിക്ക് കാര്യമൊന്നും വ്യക്തമായില്ല. എങ്കിലും ഒന്നും അവൾക്ക് ബോധ്യമായി. എന്താ? തന്നെ അച്ഛൻ ഈ കൊട്ടാരത്തിൽ ഉപേക്ഷിച്ചു പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. അവൾക്ക് കരച്ചു നടക്കാൻ കഴിഞ്ഞില്ല. കണ്ണീരൊഴുക്കിക്കൊണ്ട് നിൽക്കുന്ന തന്റെ പ്രിയ പുത്രിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അതാ ശൂരസേനൻ പറയുകയാണ്, മോളെ, 12 കൊല്ലം മുമ്പ് നായാട്ടിന് പോയപ്പോ അച്ഛൻ ഇവിടുത്തെ കുന്തിഭോജ രാജാവിന് ഒരു വാക്ക് കൊടുത്തു പോയി. മോളെ, 12 പോയി. നിശരാചലമതിനരികെ കാട്ടി ക്ഷീണം തീർക്കാൻ കൂടി. നിശരാചലമതിനരികെ കാട്ടി ക്ഷീണം തീർക്കാൻ കൂടി. വിശുദ്ധ പർവ്വതത്തിന്റെ താഴ്വരയിലൊക്കെ ഏറെ അലഞ്ഞിട്ടും ഞങ്ങൾക്കൊരു മൃഗത്തെയും കിട്ടിയില്ല. ഞങ്ങൾ അവിടെ വിശ്രമിക്കാനിരുന്നു. അപ്പോൾ കുന്തിഭോജന്റെ വാടിയ മുഖം അച്ഛൻ കണ്ടു. കുന്തിഭോജൻ തന്നുടെ വാടിയ വദനം കണ്ടു പറഞ്ഞേ. കുന്തിഭോജൻ തന്നുടെ വാടിയ വദനം കണ്ടു പറഞ്ഞേ. ചൊല്ലുക രാജൻ, ചൊല്ലുക ദുഃഖമതെന്തായാലും തീർക്കാൻ. ചൊല്ലുക രാജൻ, ചൊല്ലുക ദുഃഖമതെന്തായാലും തീർക്കാൻ. എന്തായാലും തീർക്കാൻ. മോളെ, കുട്ടികളില്ലാത്തതാണ് തന്റെ ദുഃഖമെന്ന് കുന്തിഭോജൻ പറഞ്ഞപ്പോൾ അച്ഛന് പിറക്കുന്ന ആദ്യ സന്താനത്തെ കുന്തിഭോജന് കൊടുക്കാമെന്ന് അച്ഛൻ അന്ന് വാക്ക് കൊടുത്തു പോയി. മോളെ, അതെ, അന്ന് കുന്തിഭോജന് കൊടുത്ത വാക്ക് പാലിക്കാൻ ശ്രമിക്കുകയാണ് ശൂരസേനൻ. തന്റെ പുത്രിയെ ഭോജപുരിയിൽ വിട്ടിട്ട് ശൂരസേനൻ മധുരയിലേക്ക് പോയി കളഞ്ഞു. അങ്ങനെ ശൂരസേനന്റെ പുത്രിയായ പൃഥ കുന്തിഭോജന്റെ വളർത്തുമകളാണ്. കുന്തിഭോജനും ഭോജപുരിയിലെ മറ്റുള്ളവരും ഒക്കെ സന്തോഷത്തോടെ അവൾക്കൊരു പുതിയ പേരിട്ടു, കുന്തി. കുന്തി ഭോജപുരിയുടെ സമ്പൽ സമൃദ്ധിയിൽ ആ കൊച്ചു പെൺകുട്ടി സന്തോഷത്തോടെ വളരുകയാണ്. ഇന്നവൾ മധുരയിലെ പൃഥയല്ല, പിന്നെ ഭോജപുരത്തിന്റെ കുന്തിയാണ്. കണ്ടോ? മധുരാപുരിയിലെ പൃഥയല്ലിന്നിവൾ ഭോജപുരത്തിൻ കുന്തി. മധുരാപുരിയിലെ ഹൃദയല്ലിന്നിവൾ ഭോജപുരത്തിൻ കുന്തി. വളർന്നിരിക്കുന്നു. മധുരം നുണയും കുഞ്ഞല്ലിന്നിവൾ പൂമോട്ടിട്ടൊരു വല്ലി. മധുരം നുണയും കുഞ്ഞല്ലിന്നിവൾ പൂമോട്ടിട്ടൊരു വല്ലി. ഒരു ദിവസം ദുർവാസാവ് മഹർഷി ഭോജപുരിയിലെത്തി. ദുർവാസാവ് മഹർഷി അനസൂയയുടെയും അത്രി മഹർഷിയുടെയും പുത്രനായ ദുർവാസാവ് ഈ ആര്യാവർത്തത്തിലെ മുഴുവൻ ഋഷിമാരുടെയും കോപം തന്റെ കമണ്ടലിൽ അടക്കാൻ കെൽപ്പുള്ള ഒരു മഹാ ഋഷി. പറയാം, ഒരു വലിയ യജ്ഞം നടത്താൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഭോജപുരിയിലെ കൊട്ടാരത്തിൽ വന്നിരിക്കുന്നത്. യജ്ഞം. ക്ഷിപ്രകോപിയായ ദുർവാസാവിന് അപ്രിയമൊന്നും ഉണ്ടാക്കാതിരിക്കാൻ കുന്തിഭോജൻ കഴിയുന്നത്ര ശ്രദ്ധിച്ചു. യജ്ഞത്തിന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തു. ഒപ്പം മഹർഷിയെ പരിചരിക്കാൻ തന്റെ മകൾ കുന്തിയെയും ചുമതലപ്പെടുത്തി. ദിവസങ്ങളും മാസങ്ങളും ഒക്കെ ഒന്നൊന്നായി കടന്നുപോയി. യജ്ഞമൊക്കെ മനോഹരമായി പൂർത്തിയായി. ദുർവാസാവ് അതാ പോകാൻ ഒരുങ്ങാണ്. ദുർവാസാവ് കുന്തി അടുത്ത് വിളിച്ചു. കുന്തി, കഴിഞ്ഞ കുറെ കാലമായി നീ നമുക്ക് ചെയ്തു തന്ന സേവനത്തിൽ നാം സംപ്രീതനായിരിക്കുന്നു. നിനക്കൊരു വരം നൽകാൻ നാം ആഗ്രഹിക്കുന്നു. ദുർവാസാവ് കണ്ണടച്ച് ധ്യാനിച്ചൊരു മന്ത്രം ജപിച്ചു. എന്നിട്ട് കുന്തിയുടെ ശിരസിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, കുന്തി, ഇതാണ് ദേവാഹൂതി മന്ത്രം. ഇനി ഈ ആര്യാവർത്തത്തിൽ
നിന്നെപ്പോലെ ഒരു സ്ത്രീ ഉണ്ടാവില്ല. പ്രപഞ്ചത്തിലെ ഏതേത് ശക്തികളെ ധ്യാനിച്ച് നീ ഈ മന്ത്രം ജപിക്കുന്നുവോ ആ ശക്തികൾ മനുഷ്യരൂപം കൊണ്ട് നിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന അതേ രൂപത്തിൽ ഒരു കുഞ്ഞിന് നിന്റെ ഉദരത്തിൽ ജന്മം നൽകിയിട്ട് തിരോധാനം ചെയ്യും. കമണ്ഡലവും നീട്ടിപ്പിടിച്ച് ഒരു മതയാനയെ പോലെ ദുർവാസാവ് നടന്നുപോയി.